ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് ഒരു വെള്ളത്തിലേക്ക് കുതിർത്ത് ഇട്ടിട്ടുണ്ട്. അരമണിക്കൂർ നേരമായി ഇത് കുതിർത്തിട്ടിട്ട് ഇനി നമുക്ക് ഇത് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നികക്ക വെള്ളം വെച്ച് നമുക്കൊന്ന് ഒരു 3 വിഷിൽ വരെ അടിച്ച് ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം വെന്തൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ എയറൊക്കെ പോയി വന്നിട്ടുണ്ട്. ഞാനതെടുത്ത് നോക്കിയപ്പോൾ ചോന വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടപ്പേ വെച്ചിട്ട് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ആണെങ്കിൽ കുറച്ച് കപ്പലണ്ടി വറുത്തതും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ അതൊന്ന് കോരി മാറ്റിയിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഈ ശർക്കര പാനിയും കൂടെ കിടന്നൊന്ന് തിളച്ച് വറ്റി വരട്ടെ. ഗോതമ്പിലേക്ക് ശർക്കര പാനിയെല്ലാം ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വറ്റി വരട്ടെ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ അവരവരുടെ ആവശ്യത്തിന് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാൽ ഇതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. കൂടെ തന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചുക്ക്, ജീരകം, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലേവറിന് അവരവരുടെ ആവശ്യത്തിന് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പാലും ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വറ്റി ആ മണമൊക്കെ അതിലൊന്ന് പിടിച്ച് ഒന്ന് വരട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം വറ്റി വന്നപ്പോഴത്തേക്ക് കുറച്ച് പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാമെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. ഇനി അധികം ഒത്തിരി ഒന്നും കിടന്ന് തിളക്കിയൊന്നും വേണ്ട. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് അലങ്കരിച്ച് എടുക്കാം ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇരിക്കും തോറും ഇത് സെറ്റായി വരും. പിന്നെ കൂടെ തന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടൊന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഈ വിഷുവിന് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ കൂട്ടുകാരെ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഓക്കെ, ബൈ കൂട്ടുകാരെ.